എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നീന. ഒരുപാട് നാളായി നേഴ്സിംഗ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് പല കുട്ടികളും ഡൗട്ട്സ് കമന്റ്സ് ആയിട്ടും അതുപോലെ തന്നെ മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചിരുന്നു. 2025 കേരളത്തിലെ നേഴ്സിംഗ് അഡ്മിഷൻ എങ്ങനെയാണ്, എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് കയ്യിൽ കരുതേണ്ടത്, അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ് എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2025 കേരളത്തിൽ LBS വഴി നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മെയ് 14 മുതൽ ജൂൺ 4 വരെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയം തന്നിരിക്കുന്നത്. സാധാരണ +2 റിസൾട്ട് വന്നതിന് ശേഷമാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഡേറ്റ് അവർ പബ്ലിഷ് ചെയ്യാറ്. പക്ഷെ ഈ വർഷം നേരത്തെ തന്നെ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ +2 റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒട്ടുമിക്ക കുട്ടികളുടെയും ഒരു ആഗ്രഹമാണ് നേഴ്സിംഗ് പ്രൊഫഷൻ എടുത്ത് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾ ഇതിനു വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുക. ഓൺലൈൻ വഴിയായിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഒരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കും. ഏകദേശം 800 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയും അതുപോലെ തന്നെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ചെല്ലാൻ വഴി നിങ്ങൾക്ക് ഇത് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റിന്റെ മാർക്കാണ് ഇതിനു വേണ്ടി പരിഗണിക്കുക. നിങ്ങൾക്ക് മിനിമം 50% മാർക്ക് ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ ഒരു കണക്ക് എടുക്കുകയാണെങ്കിൽ 93% എബോവ് മാർക്കുള്ള കുട്ടികൾക്കാണ് കേരളത്തിൽ അഡ്മിഷൻ ലഭിച്ചത്. അപ്പോൾ 90% എബോവ് മാർക്കുള്ള കുട്ടികൾക്കായിരിക്കും കേരളത്തിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത. അതുപോലെ തന്നെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് കയ്യിൽ കരുതേണ്ടതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഫോൺ നമ്പർ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഒരു ഇമെയിൽ ID വേണം. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം. അപ്പോൾ കുറച്ച് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ കയ്യിൽ കരുതുക. അതുപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റ്, +2 മാർക്ക് ലിസ്റ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെ എന്തെങ്കിലും റിസർവേഷൻ ഉള്ള കുട്ടികളാണെങ്കിൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്സ്, ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാം നിങ്ങൾ കയ്യിൽ കരുതുക. LBS എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സൈറ്റ് ആണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷനായ PNC MAC, ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനായ AMCSFNCK, ഈ 2 സൈറ്റുകളും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്കുള്ള കുട്ടികൾക്കാണ് LBS വഴി നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുക. ഹൈ സ്കോറുള്ള കുട്ടികൾക്കൊക്കെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് എന്നീ കോളേജുകളിലൊക്കെ അഡ്മിഷൻ ലഭിക്കുന്നതാണ്. മാർക്ക് കുറഞ്ഞ കുട്ടികളെ നിങ്ങൾ LBS മാത്രം ആപ്ലിക്കേഷൻ കൊടുക്കാതെ പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷനായ PNC MAC, AMCSFNCK എന്നീ സൈറ്റുകളിലും കൂടി നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കൊക്കെ ഇതുവഴി ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെയും കൂടി നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തേക്ക്. 4 വർഷത്തെയും കൂടി ഫീസ് എത്രയാണെന്ന് പല കുട്ടികളും ചോദിച്ചിരുന്നു. ഇതിനെ പറ്റിയിട്ട് ഓൾറെഡി ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് വീഡിയോസ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഏകദേശം 5 to 6 ലാഖ് ഒക്കെയാണ് 4 വർഷത്തേക്ക് കൂടി വരിക. ഇത് ഡിഫറൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അത് ഓരോ കോളേജിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് ചോദിക്കുക. താങ്ക് യു.